അംബാശിവർ തന്മാർക്കുന്ന കേരളാംബയുടെ ശ്രേഷ്ഠപുത്രൻ ജഗദ്ഗുരു ആദിശങ്കരന് മുന്നിൽ ഒരു മഹാ തേജസ്വരൂപമായി വിളങ്ങി നിന്ന ഇടമാണ് കാടാമ്പുഴ. ഇന്നൊരു മാതൃസന്നിധാനമായി പരിണമിച്ചു ശ്രീ കാടാമ്പുഴ ഭഗവതിയായി അമ്മ വിലാസം കൊള്ളുന്നു. ആ വിലാസം കൊള്ളുന്ന കാടാമ്പുഴ ഭഗവതി തൃക്കാർത്തിക പുരസ്കാര സമർപ്പണത്തിനായി മാടി വിളിച്ചത് പത്മഭൂഷൺ ഡോക്ടർ KS ചിത്ര എന്ന ധന്യവതിയാണ്. അനേകം നിർവചനങ്ങൾക്കും അപ്പുറത്ത് നിർമ്മലമായ സംഗീതത്തിൻ്റെ വലിയായ പദം നാദബ്രഹ്മത്തിൻ്റെ നാനാവർണ്ണങ്ങൾ ചാലിച്ചെടുത്ത് അതിൽ ആലാപനത്തിൻ്റെ മാധുര്യം നിറച്ച് ഓരോ ശ്രോതൃ ഹൃദയങ്ങളിലേക്കും പകർന്നു കൊടുക്കുന്ന ഭാരതത്തിൻ്റെ വാനപ്പാടിക്ക് 6ാമത് തൃക്കാർത്തിക പുരസ്കാര സമർപ്പണം നൽകുകയാണ്. അതായത് പൊന്നാടി അണിയിച്ച് ആ പുരസ്കാരത്തിന് നന്ദി കുറിക്കുന്നത് ഡോക്ടർ. അപ്പോൾ ഇവിടെ എത്തിച്ചേരുന്ന ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് ഏറ്റവും സൗകര്യത്തോടു കൂടി നിൽക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രധാനമായി നമുക്ക് നടപ്പന്തൽ നമ്മൾ നിർമ്മിക്കുന്നു, അതുപോലെ തുലാഭാര മണ്ഡപം നിർമ്മിക്കുന്നു, ചോറൂൺ മണ്ഡപം ഉണ്ടാക്കുന്നു, ക്ഷേത്രത്തിന് പ്രദേശ കവാടം ഉണ്ടാക്കുന്നു. ഇതെല്ലാം ചേർത്ത് ഞങ്ങൾ കൃത്യമായി 13 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടപ്പാക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളേവരെയും അറിയിക്കുകയാണ്. ഇത് കൃത്യമായി നടപ്പാക്കുന്ന രൂപത്തിലേക്ക് ഗവൺമെൻറ് എത്തിച്ചേരും. 100 ദിന കർമ്മ പരിപാടിയിൽ പ്രധാനമായും 8.25 കോടി രൂപയുടെ ഈ പ്രോജക്റ്റ് നടപ്പാക്കി തീരുമ്പോൾ സമീപകാല ഭാവിയിൽ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായി ക്യൂ നിൽക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. തുലാഭാരത്തിന് വേണ്ടിയും ചോറുണ്ണാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ നടപ്പന്തലും എല്ലാം ഉണ്ടാകുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ നമുക്കുണ്ടാവുകയാണ്. അങ്ങനെ എത്രയോ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വന്നു പോകുന്ന ചരിത്രപ്രസിദ്ധമായ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ ക്ഷേത്രം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും നാളുകളിലും ഈ വിശ്വാസി സമൂഹത്തിന് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ഇവിടെ വന്നു പോകാനും ആത്മീയ നിർവൃത്തി അടയാനും എല്ലാമുള്ള അവസരം ഒരുക്കുന്ന പ്രവൃത്തി ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും ചേർന്ന് ഏറ്റെടുക്കുകയാണ്. മാധുര്യം നിറച്ച് ഓരോ ശ്രോതൃ ഹൃദയങ്ങളിലേക്കും പകർന്നു കൊടുക്കുന്ന ഭാരതത്തിൻ്റെ വാനമ്പാടിക്ക് 6ാമത് തൃക്കാർത്തിക പുരസ്കാര സമർപ്പണം നൽകുകയാണ്. ആയത് പൊന്നാടി അണിയിച്ച് ആ പുരസ്കാരത്തിന് നന്ദി കുറിക്കുന്നത് ഡോക്ടർ MV രാമചന്ദ്ര വാര്യരാണ്. അദ്ദേഹത്തെ പൊന്നാടി അണിയിക്കുന്നു. ശ്രീമതി ചിത്ര ചേച്ചിയെ പൊന്നാടി അണിയിക്കാനായി രാമചന്ദ്ര വാര്യരെ ക്ഷണിക്കുന്നു. പുരസ്കാരം സമർപ്പിക്കുന്നത് ആദരണീയ മന്ത്രി ശ്രീ VN വാസവൻ സർ. അവർക്കുള്ള മംഗളപത്രവും അതുപോലെ തന്നെ ആദരവും നൽകുന്നു T. വിനേഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ. അത്യധികം മംഗളകരമായ ഒരു മുഹൂർത്തമാണിതാണ്. അനാദർശമായ ആത്മസമർപ്പണത്താൽ ഗാനാസ്വാദക ലോകത്തിന് അനസ്യൂതം ആസ്വാദക സുഗന്ധം വരുത്തുന്ന അനുഗ്രഹീത ദേവഗായിക, സദാ വിടരുന്ന തൂമന്ദഹാസത്താൽ ഗാനലോകത്തെ അനുമാത്രം അതിശയിപ്പിക്കുന്ന ഗാനകോകിലും പത്മശ്രീ പത്മഭൂഷൺ ഡോക്ടർ KS ചിത്രയെ അനാദിയും അനന്തവുമായ കാലത്തിൻ്റെ ഭദ്രയാകുന്ന ശ്രീ കാടാമ്പുഴ ഭഗവതിയുടെ തൃക്കാർത്തിക പുരസ്കാരം നൽകി ഈ ദേവസ്വം ആചരിച്ചു. അവർക്കൊരു കവി CV അച്യുതൻകുട്ടി, ആലാപനം പാലനാട് ദിവാകർ. മണിയായി ജഗദീശ്വരി തൻ അപദാന സഹസ്രസുധാമധുരം മണിവീണയുമായി നമ്മുടെ ക്ഷേത്രത്തിന് ഉണ്ടാവും എന്നുള്ളത് അല്ലേ. ക്ഷേത്രത്തിന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത ഒരു പ്രത്യേകതയാണ് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഡയാലിസിസ് സെൻറ്റർ. ഒരു ക്ഷേത്രങ്ങളിലെ പുതിയ കാൽവയ്പ്പുകളാണത്. എല്ലാ ജനങ്ങളെയും കൂട്ടിച്ചേർത്ത് പിടിക്കുന്ന ഒരു
സംസ്കാരമാണ് ഇപ്പോൾ നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ചൂട് എന്നല്ലെങ്കിൽ ഒരു ഗംഭീരമായ ചൂട്. നമുക്കറിയാം നമ്മളിന്ന് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന അസുഖങ്ങളെയാണ്. അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് കിഡ്നി സംബന്ധമായ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, അതുകൊണ്ടാണ് ഡയാലിസിസ് സെൻറ്റർ എന്നുള്ളൊരു ആശയം വരുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളാണ്. എങ്കിൽ പോലും നമുക്ക് ആ പ്രതീക്ഷിച്ച ലെവലിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ഒരു സഹായം മുഴുവൻ ഭക്തജനങ്ങളുടെ ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൂടുതലായിട്ട് പങ്കെടുക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഒരു വികസനത്തിൻ്റെ അജണ്ടയാണ് കാടാമ്പുഴ ദേവസ്വം നാട്ടുകാരെയും അവരുടെ കടക്കാർ, അങ്ങനെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും എല്ലാവരെയും ഒറ്റക്കൈയിൽ കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വികസനം അടയാളപ്പെടുത്തിക്കുന്നത്. തുടർന്നും നമ്മുടെ ഈ വികസനപാതയിൽ കഴിയുവാനായിട്ട് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ കാർത്തിക മത്സരത്തിലെ എല്ലാ ഭാവങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ ദിവസം കലണ്ടർ പ്രകാശന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അത് നിർവഹിക്കുന്നത് ശ്രീമതി കെ സുധാകുമാരി, മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ. ഏറ്റുവാങ്ങുന്നത് മൂന്നാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സജിത മന്നയാണ്. എന്ന പുതുവർഷം ഏവർക്കും ധന്യവും പവിത്രവുമായ ഒരു വർഷമായി മാറിയിടട്ടെ. അതിന് ശ്രീ കാടാമ്പുഴ ഭഗവതി എന്ന അമ്മ ദൈവത്തിൻ്റെ മാതൃഭാവത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ആശീസ്സുകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി അനുഗ്രഹ വചനം നിർവഹിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ശ്രീ എം വി രാമചന്ദ്ര വാര്യർ അവരുടെ ട്രസ്റ്റി, ശ്രീ കാടാമ്പുഴ ദേവസ്വം ട്രസ്റ്റി കൂടിയായ ശ്രീ ഡോക്ടർ എം വി രാമചന്ദ്ര വാര്യർ അവരുടെ സാദരം ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ ആചാരത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന മലനാട് അമ്മയെ കാണുവാനിന്തഴക് അഞ്ചിതൾ പൂവുകൾ തുണ്ടഴക് പൂമൂടൽ കഴിയവേഴഴക് പൂനില പുഞ്ചിരി പാലഴക്
അവൻ ഇവിടെ വന്നപ്പം മുതൽ ഇവിടെ എല്ലാ സ്ഥലത്തും പ്ലേ ചെയ്തുകൊണ്ടിരുന്നൊരു പാട്ടാണ് പാടുന്നു ഞാൻ എന്ന പാട്ട്. അതിൻ്റെ കുറച്ച് പാടുന്നു ഞാനിന്ന് കാടാമ്പുഴയിലെത്തി മാടി വിളിക്കും നിന്നെ വനദുർഗ. പാടുന്നു ഞാനിന്ന് കാടാമ്പുഴയിലെത്തി മാടി വിളിക്കും നിന്നെ വനദുർഗ. ആത്മദുഃഖങ്ങൾക്കു അരുണാഭ കൊടുത്തിന്നെ ദേവിക്കു പൂമൂടൽ നടത്തുന്നു ഞാൻ. പാടുന്നു ഞാനിന്ന് കാടാമ്പുഴയിലെത്തി മാടി വിളിക്കും നിന്നെ വനദുർഗ. അണിയുന്നു ഞാനമ്മേ അവിടുത്തെ സന്നിധിയിൽ വിലയിക്കും സുഗന്ധത്തിൻ കളഭമെന്നും. അണിയുന്നു ഞാനമ്മേ അവിടുത്തെ സന്നിധിയിൽ വിലയിക്കും സുഗന്ധത്തിൻ കളഭമെന്നും. ഹൃദയമാം നാളികേരം ഉടച്ചു മുട്ടിറക്കുമ്പോൾ അടിയെന്നു മോക്ഷപദം അരുളുകില്ലേ. പാടുന്നു ഞാനിന്ന് കാടാമ്പുഴയിലെത്തി മാടി വിളിക്കും നിന്നെ വനദുർഗ. ആത്മദുഃഖങ്ങൾക്കു അരുണാഭ കൊടുത്തിന്നെ ദേവിക്കു പൂമൂടൽ നടത്തുന്നു ഞാൻ. പാടുന്നു ഞാനിന്ന് കാടാമ്പുഴയിലെത്തി മാടി വിളിക്കും നിന്നെ വനദുർഗ. ഈ ഒരു പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തതായി എൻ്റെ ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം കമ്മീഷണർ ശ്രീ ടി.സി. ബിജു സാറിനെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ഉപകാരം സമർപ്പിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ M.R. മുരളി സാറുമാണ്. രണ്ടുപേരും ചേർന്ന് അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ അതൊരു കാലത്തിൻ്റെ കൽപ്പന പോലെ അമ്മയുടെ ആഗ്രഹ നിവൃത്തി പോലുള്ള ഒരു കർമ്മമായിട്ടാണ് പര്യവസാനിക്കുന്നത്. തീർച്ചയായും ഈ ഒരു മുഹൂർത്തം ഓരോ മനസ്സിലും സൂക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു അനാദൃശ്യമായ ആത്മസമർപ്പണത്തിൻ്റെ മുഹൂർത്തം കൂടിയാണ്.